ഹായ് ഫ്രണ്ട്സ്, കുവൈത്തിൽ ഖലീജി സെയിൻ 2024 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗൾഫ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന്. നമുക്കറിയാം, നേരത്തെ നമ്മൾ ഷെയ്ഖ് ജാബർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്കൊക്കെ ഷെയ്ഖ് ജാബർ സ്റ്റേഡിയത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ലഭ്യമായിരുന്നു. ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഗൾഫ് കപ്പിന്റെ മത്സരങ്ങൾ കാണാനായിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഖ് ജാബർ സ്റ്റേഡിയത്തിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതിനായിട്ട് കുവൈത്ത് സ്പോർട്സ് അതോറിറ്റി ഒരു പ്രത്യേക ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കുവൈത്തിന് പുറത്തു നിന്നും ഈ ഒരു ഗൾഫ് കപ്പ് കാണാനായിട്ട് വരുന്ന ആളുകൾക്ക് വിസയും അതുപോലെ തന്നെ അവർക്ക് ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ തന്നെ അവർക്കുള്ള ഈ ഒരു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിലൂടെ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുവൈത്തിലെ റെസിഡന്റ് ആയിട്ടുള്ള നമുക്കും ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെയാണ് ഇത് കാണാനായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ട രീതിയും എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട രീതി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ്. കാരണം നോർമൽ മത്സരങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 കേടിയാണ് ഷെയ്ഖ് ജാബർ സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് നിരക്ക്. കാറ്റഗറി 4 പിന്നെ കാറ്റഗറി 3 4 KD പിന്നെ അങ്ങനെ മുകളിലോട്ട് 30 KD വരെ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോർ കയറുക. പ്ലേ സ്റ്റോർ കയറിയിട്ട് നമുക്ക് ആപ്പ് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോർ കയറിയതിന് ശേഷം ഹയാക്കും എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങളിവിടെ ഇത്തരത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹയാക്കും എന്ന് അറബിയിലും ഇംഗ്ലീഷിലും കൂടി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ HAYAKOM എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഒരു ആപ്പ് ഇവിടെ വരും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്പിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ സ്പോർട്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിനായിട്ട് സ്പെഷ്യലി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസാണ് ഇവിടെ വരുന്നത്. നമുക്കിവിടെ പങ്കെടുക്കുന്ന രാജ്യങ്ങളും ഇപ്പോൾ ഇന്ന് നടന്ന മത്സരത്തിൻ്റെ റിസൾട്ടും നെക്സ്റ്റ് നടക്കാനിരിക്കുന്ന മത്സരങ്ങളുടെ ഷെഡ്യൂൾ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിസ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വിസ ആ ഒരു പ്രോസസ്സിനുള്ള കാര്യങ്ങളാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ മാച്ച് ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മളെ ഹോട്ടൽ ആൻഡ് ടിക്കറ്റ്, നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ അതിലൂടെ ടിക്കറ്റും കൂടി ഇഷ്യൂ ആക്കിയിട്ട് തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളിത് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട്, അതായത് നമ്മൾ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇത്തരത്തിൽ ഒക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാച്ച് ടിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് മാച്ച് ടിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ നെക്സ്റ്റ് നടക്കാനിരിക്കുന്ന മത്സരങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു മത്സരം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫ്രൈഡേ 27 ഫ്രൈഡേ കുവൈത്തും ഖത്തറും തമ്മിൽ നടക്കുന്ന ഷെയ്ഖ് ജാബർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരമാണ്. അത് വൈകുന്നേരം 5:30 മണിക്കാണ് ഒരു മത്സരം. അപ്പോൾ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്ന അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് ഇവിടുന്ന് മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് സൂം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഓരോ സെക്ഷനുകളും നോക്കാൻ സാധിക്കും. ഇതിലെ 4th കാറ്റഗറി എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന നീല കളറിലുള്ള ഏറ്റവും മുകളിലത്തെ റോ ആണ്. അതിനാണ് നമുക്ക് 2 KD. അതിവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഗോൾഡിന് 20 KD, സിൽവറിന് 15 KD. പിന്നെ ഇവിടെ 1ാമത്തെ കാറ്റഗറി റെഡാണ്. ആ റെഡിന് ഇവിടെ 8 KD ആണ്. പിന്നെ 2ാമത്തെ കാറ്റഗറി ലൈറ്റ് ഗ്രീൻ ആയി കൊടുത്തിട്ടുണ്ട്. അത് 6 KD ആണ്. പിന്നെ യെല്ലോ അത് 4 KD 3ാമത്തെ കാറ്റഗറി. ഇവിടെ കാറ്റഗറി 4 2 KD ആണ്. അത് ബ്ലൂവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂം ചെയ്തതിന് ശേഷം ഈ നീല കാറ്റഗറി നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു നീല കാറ്റഗറിയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകൾ ഇവിടെ കാണിക്കും. ഈ നല്ല നിറത്തിൽ നീല കാണിക്കുന്ന സീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നേരെ മറിച്ച് ഒരു സൈലൻ്റ് നിറത്തിലുള്ള ഡാർക്ക് ആയി കാണിക്കുന്നത് അത് ഓൾറെഡി ബുക്ക് ആയിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ അത് നമുക്ക് സീറ്റ് അവൈലബിൾ ആണ്. താഴെ കാണിക്കുന്ന മറ്റേ കളറിലുള്ളത് നമുക്ക് സോൾഡ് ഔട്ടാണ്. അപ്പോൾ നമുക്കിവിടെ സൂം ചെയ്ത് നമ്മൾ സീറ്റ് നമ്പർ ഏതാണെന്ന് മറിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്തു. ആ സീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും.
അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സീറ്റ് നമ്പർ 31 അതിൻ്റെ എൻട്രൻസ് 9, ഗേറ്റ് നമ്പർ 44, ബ്ലോക്ക് 449, റോ 38, 38ാമത്തെ റോ ആണ് സീറ്റ് നമ്പർ ഇത്ര. ഇനിയിപ്പോൾ ഈ സീറ്റിന് വരുന്ന എമൗണ്ട് ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 KD ആണ് ആ ഒരു സീറ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര സീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി 1 ബുക്ക് ചെയ്തു, അതുപോലെ 2 സെലക്ട് ചെയ്തു, 3 സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ ഈ ഒരു ആപ്പ് സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ 4 ടിക്കറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ടിക്കറ്റ് കണ്ടോ, ആ ടിക്കറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും എൻട്രൻസും അതുപോലെ തന്നെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയാണ് എമൗണ്ട്, അതിൻ്റെയൊക്കെ ഡയറക്റ്റ് നേർക്ക് അതിൻ്റെ എമൗണ്ടും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അടിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇമെയിലിൽ നമ്മളുടെ QR കോഡും കാര്യങ്ങളൊക്കെ വരും. ആ QR കോഡ് നമ്മളവിടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ഗൾഫ് ഖലീജി കപ്പിന് വേണ്ടിയുള്ള ടിക്കറ്റുകൾ നമ്മൾ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സീറ്റ് സെലക്ഷനിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സീറ്റുകളൊക്കെ ഇവിടെ ഡിലീറ്റായി പോകുന്നത് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടുക എന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ഗൾഫ് കപ്പ് കാണാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്.